സൊറബറ എന്താ നിങ്ങൾക്കറിയോ? പിന്നെ എന്താണ്? ചായക്കടകളിലൊക്കെ പോയി വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആ ഒരു മൂഡാണ് ഷോ എന്ന് എനിക്ക് മനസ്സിലായി. എക്സാക്ട്ലി. സൊറയുടെ മെയിൻ ആൾക്കാരാണ്. നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഫുഡീസ് അല്ലേ? അതെ അതെ. രാവിലെ കുറച്ച് കഴിക്കുള്ളൂ, എന്നാലും ഉച്ചയ്ക്ക് രാത്രിയൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നേരമെങ്കിലും നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യണം. അതല്ല എന്റെ ശരിയായ രീതിയെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയാണ്. നിങ്ങൾക്ക് സീ ഫുഡ് ആണ് കൂടുതൽ ഇഷ്ടമല്ലേ? സീ ഫുഡ് ഭയങ്കര ഇഷ്ടം. ഞാൻ എന്റെ നാട് കൊല്ലാണ്, അപ്പൊ നമ്മൾക്ക് മീൻ കടലടുത്തുള്ളതുകൊണ്ട് സീ ഫുഡിന്റെ എല്ലാ വെറൈറ്റിയും പണ്ടോട്ട് കഴിക്കാറുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ശരിക്കും വെച്ചാൽ നിങ്ങളോട് കണ്ണൂരുകാരിന്നാ. പലവരോട് എന്നോട് എല്ലാവരും കണ്ണൂരോ മലപ്പുറം ആണ് എന്റെ സ്ഥലം, കോഴിക്കോട്, ഈ 3 സ്ഥലങ്ങൾ ഏതോ ഒന്നാണെന്നാണ്. എന്റെ വർത്താനത്തിൽ ഞാനൊരു കണ്ണൂരുകാർ അങ്ങനെയുള്ള മലബാർ സൈഡിൽ ആർക്കെങ്കിലും വർത്താനം പറയുമ്പോൾ അതുപോലെ കുറേയൊക്കെ വരും. കാരണം എന്റെ കുറെ ഫ്രണ്ട്സും കസിൻസ് അങ്ങനെ കുറെ പേര് അവിടെ ഉണ്ട്. അപ്പൊ എല്ലാരും വിചാരിച്ചേക്കുന്നത് ഞാൻ ഇവിടെ ഉള്ളതാണെന്നാണ്. പക്ഷെ അവിടെ ഉള്ള ആളല്ല. നമ്മുടെ കണ്ണൂരുകാരുടെ ഹൃദയം തകർത്തു നിങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും തെളിഞ്ഞു ഞാൻ അവിടെ ഉള്ള ആളല്ല. അപ്പൊ ഫൈംബൈ എവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രം പ്രോപ്പർ. ഫൈംബൈ ഈ ഇരിക്കുന്ന ആളെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 സിനിമ ഞാൻ രണ്ട് സിനിമ അഭിനയിക്കുക മാത്രമല്ല, നിങ്ങളിപ്പം എഴുത്തുണ്ട്. എഴുതിയത് 2 സിനിമയാണ്. നിങ്ങൾ ഈ എഴുത്തുകാരെ കുറിച്ച് എനിക്ക് എപ്പോഴും എനിക്കൊരു ചിന്ത ഉണ്ട്. അങ്ങനെ ഒരു എഴുത്തുകാരനായിട്ട് നിങ്ങളെ എനിക്ക് ചിത്രീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ എഴുതുമ്പോ നിങ്ങൾക്ക് ഒരു കുറച്ച് താടിയും അത് വേണ്ടെങ്കിലും ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് വേണ്ടേ? സത്യം പറഞ്ഞു അങ്ങനത്തെ സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് തന്നെയാണ് എഴുതുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിപ്പോ ഞങ്ങൾ ഒരുമിച്ചാണ് എഴുതിയത്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അല്ല, ആദ്യത്തെ പടം ഞാൻ എഴുതിയത് എൻ്റെ അടുത്ത ഫ്രണ്ടായിരുന്നു ആഷിഖ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരോടാണ് എഴുതിയത്. അപ്പം പിന്നെ അത് ജൂണിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ജൂണാണ്. അപ്പൊ അതേ ടീം അടുത്തൊരു സിനിമ ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ വന്നതും. അപ്പൊ ഞാൻ അത് നമ്മൾ എഴുതാം, എൻ്റെ കൂടെ ആഷിഖ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എഴുതാമെന്ന് അഹമ്മദ് കബീറാണ് ഡയറക്ട് ചെയ്ത സെയിം ജൂണിന് ശേഷം വരുന്ന പുള്ളിയുടെ സെക്കൻഡ് ഫിലിം. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു വർക്കിംഗ് പ്രോസസ്സിലാണ് നമ്മൾ കഥാകൃത്തുക്കളൊക്കെ ആയത്. ഫ്രണ്ട് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ കുറെ. അതെ അങ്ങനെയാണ്. അപ്പം ഇപ്പം അടുത്തൊരു പ്രൊജക്ട് ഞാൻ അറിഞ്ഞു നിങ്ങൾ ഏതാണ് പുള്ളിക്കാരുടെ റോൾ? എന്താണ് ക്രെഡിറ്റ് മാത്രമാണോ? അല്ല, എനിക്ക് ഇപ്പം ഫാമിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് സിനിമയെക്കാളും ഞാൻ ബുക്കുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ എനിക്ക് കഥ എഴുതാൻ ഇഷ്ടം. ഞാൻ കുറെ ഇങ്ങനെ ഷോർട്ട് സ്റ്റോറീസ് ബുക്സ് എഴുതാം. എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ജോയിൻ ആയി വന്നതാണ്. അതായത് ഞങ്ങള് വിനീത് ശ്രീനിവാസൻ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എത്രയോ കാലമായിട്ട് നമ്മൾ എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഒരാളാണ്. അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സിനിമ ഒരുമിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത് പുള്ളിയുടെ അസോസിയേറ്റ് ആണ്. എൻ്റെ അടുത്ത സുഹൃത്താണ് ധനഞ്ജയ് ശങ്കർ. പുള്ളിയുടെ കൂടെ ഒത്തിരി സിനിമകൾ ധ്യാൻ ചേട്ടൻ്റെയും പുള്ളിയുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ട് ഞങ്ങൾ കഥയില്ലാണ്ട് ഇങ്ങനെ നടക്കലായിരുന്നു. ഞാനും ധനഞ്ജയ് ഡെയിലി ഇങ്ങനെ നടക്കും. അപ്പം ഞങ്ങൾ നൂറിനായിട്ടൊക്കെ മീറ്റ് ചെയ്ത് അപ്പം നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോ എസ്പെഷ്യലി ദമ്പതികളാകുമ്പോ പല അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും അത് സ്ക്രിപ്റ്റില്ല. അത് ഉറപ്പായിട്ടും അതില്ലെങ്കിൽ പിന്നെ ജീവിതം ഇല്ല. അത് വേറൊരു കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പൊ എങ്ങനെ റൊമാൻസ് നിങ്ങളാണ് ചെയ്യുന്നത്, എഴുതുന്നത്, അങ്ങനെയൊക്കെയാണോ? അല്ല, എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഡയറക്ടർ നമ്മളെ അറിയാം. ഇത് റെഡി ആയി കഴിഞ്ഞാൽ അതിങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മള് വർക്കായിട്ടും ലൈക്ക് അത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും റൈറ്റേഴ്സ് രീതിയിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ പറയുകയും അതൊക്കെ ഉണ്ട് നമുക്ക്. അത് ലൈഫിലേക്ക് നമ്മൾ ഒരുമിച്ചായിരുന്നു.